ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ലോകത്തിന് ഭാരതം നൽകിയ അത്യുത്തമമായ ഒരു ജീവിത സംസ്കാരമാണ് ഭഗവത്ഗീതയിലൂടെ നമുക്ക് കാണിച്ചു തരുന്ന കർമ്മയോഗം എന്ന് പറയുന്ന 3-ാം അധ്യായത്തിൽ അടങ്ങിയിട്ടുള്ള പരമമായ ജീവിതജ്ഞാനം, പരമമായ ജീവിത ശാസ്ത്രം. അപ്പം ഇവിടെ ഈ ഒരു അറിവ് സത്യത്തിൽ ലോകം മുഴുവൻ അംഗീകരിച്ച് ആദരവോടെ അത് അഭ്യസിക്കുകയാണെങ്കിൽ ലോകം ഇന്ന് എങ്ങനെയായിത്തീരും എന്നത് പറയേണ്ടതില്ല. കാരണം ഈ ലോകത്തിൻ്റെ സമസ്ത മേഖലകളെയും ഉയർത്തുന്ന, ഉത്കൃഷ്ടമാക്കുന്ന, അതിനെ ആദരവോടെ നിലനിർത്തുന്ന അത്യുജ്വലമായ ഒരു സംസ്കാരം. ഗീത വെറും ഒരു മനുഷ്യനെ സ്വർഗത്തിലേക്ക് എത്തിക്കാനുള്ള വഴി പറഞ്ഞു തരുന്ന, ഒരു അന്ധത പറഞ്ഞു തരുന്ന ഒരു വിശ്വാസ ഗ്രന്ഥമല്ല. ഇത് യഥാർത്ഥ ജീവിതം എന്തായിരിക്കും, എന്തായിരിക്കണം എന്ന് നമുക്ക് നല്ല വ്യക്തമായി, വെറുതെ പറയല, വളരെ വ്യക്തമായി ശാസ്ത്രീയമായിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന അത്യുത്തമ ശാസ്ത്രം. അതുകൊണ്ട് ഇന്ന് ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പഠിക്കുന്നതിനപ്പുറത്ത് ഗീത പഠിക്കണം. കാരണം ഫിസിക്സും കെമിസ്ട്രിയും എന്ന് പറയുന്നത് ഒരു എനർജിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഭൂമിയിലെ കെമിക്കൽസിനെക്കുറിച്ചോ, ഇതെല്ലാറ്റിൻ്റെയും നിലനിൽപ്പിനെക്കുറിച്ചാണ് പറയുന്നത്. നമ്മളും നിലനിൽക്കണം, എല്ലാവരും നിലനിൽക്കണം. അതെങ്ങനെ സമ്പുഷ്ടരായി വളരെ ആരോഗ്യത്തോടെ ഇവിടെ നിലനിൽക്കാൻ പറ്റുമെന്ന് പഠിപ്പിച്ചു തരുന്ന ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ അതല്ലേ പഠിക്കേണ്ടത്, അതല്ലേ പ്രചരിപ്പിക്കേണ്ടത്, അതിനെയല്ലേ നിലനിർത്തേണ്ടത്. അതുകൊണ്ടാണ് ഭഗവത്ഗീത 5000 വർഷം മുമ്പ് പറഞ്ഞതെങ്കിലും ഇന്നും ഏറെ പ്രശസ്തിയോടെ, പ്രസക്തിയോടെ, പ്രായോഗികതയോടെ അത് നിലനിൽക്കുന്നത്. ഭഗവത്ഗീത ചർച്ച ചെയ്യാത്ത ഒരു ശാസ്ത്രജ്ഞനും ഉണ്ടാവില്ല. കാരണം എവിടെയെങ്കിലുമൊക്കെ അവർ ഗീതയിലേക്ക് എത്തിയിട്ടുണ്ടാവും, എങ്ങനെയെങ്കിലുമൊക്കെ ഗീതയിലേക്ക് വന്നേ പറ്റുള്ളൂ. അതാണ് ഭഗവത്ഗീതയുടെ മഹത്വം. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഈ ഭഗവത്ഗീത നമ്മൾ മനസ്സിലാക്കണം, പ്രചരിപ്പിക്കണം. ഒരാളിലേക്കെങ്കിലും ഗീത പ്രചരിപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ, അവരുടെ കണ്ണിതിലൂടെ തുറക്കാൻ നമുക്ക് സാധിച്ചാൽ, ഈ ലോകത്തിൽ അത്രയും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഞാൻ പറയുന്നത് എൻ്റേതായിട്ടുള്ളതല്ല പറയുന്നത്, ഋഷിവര്യന്മാർ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുള്ള കാര്യങ്ങൾ ഞാനൊരു ഉപകരണം മാത്രമാണ്. ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞതുപോലെ നമ്മൾ ഓരോരുത്തരും നിമിത്തം മാത്രമാണ്. എന്നെ ശങ്കരാചാര്യസ്വാമികൾ പറയുന്നത് അദ്ദേഹത്തെ നിമിത്തീകൃതമാക്കിക്കൊണ്ട് ആണ് ഭഗവാൻ ഈ ഒരു ജോലി ചെയ്യിച്ചത്. അതുപോലെ ഞങ്ങൾ ഓരോരുത്തരെയും ഭഗവാൻ നിമിത്തീകൃതമാക്കിക്കൊണ്ട് ഈ ഒരു സത്കർമ്മം ചെയ്യിക്കുന്നു മാത്രം. അപ്പം നിങ്ങളും ആ നിമിത്തത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം അതുകൊണ്ട് നമ്മളൊക്കെ പഠിക്കണം, പ്രചരിപ്പിക്കണം, പരിശീലിക്കണം. അത് മറക്കരുത്. അതാണ് അടിവരേണ്ടത്. അല്ലാതെ വെറുതെ ബുക്കിഷ് നോളജ് ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? നമ്മൾ കുറേ ഗീതാശ്ലോകങ്ങളും വ്യാഖ്യാനങ്ങളും പഠിച്ച് അത് മനഃപ്പാഠമാക്കിയിട്ട് നമ്മൾ 10 പേർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല. അതാണ് ഇത്രയും കാലം സംഭവിച്ചത്. ചില ഉത്തരവാദിത്വങ്ങൾ നമ്മൾ ഏറ്റെടുക്കണം. നമ്മളിത് പ്രായോഗികമാക്കാൻ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ അത്യധികം ശ്രമിക്കണം. അപ്പം ആ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? ഇതുവരെ നമ്മൾ ജീവിച്ച ജീവിത രീതിയിൽ നിന്ന് ഒരു മാറ്റം നമുക്ക് കൊണ്ടുവരാനുള്ള ആ ഒരു തൻ്റെ ഇടമുണ്ടോ ഇല്ലേ എന്നുള്ളത്. ആ തൻ്റെ ഇടമില്ലാത്തവർക്ക് ഇത് വെറും ഒരു ബുക്കിഷ് നോളജാണ്. തൻ്റെ ഇടം ഉള്ളവർക്ക്, അതായത് മാറ്റം വരുത്താൻ ഞാൻ തയ്യാറാണ്, ഞാൻ ഇന്നലെ വരെ ഒരു ഷൈ ആയിട്ട് ജീവിച്ചു, വളരെ ഒരു കൺസർവേറ്റീവായിട്ട് അല്ലെങ്കിൽ റിസർവ്ഡായിട്ട് ജീവിച്ചു, ഇന്നത്തെ കുറച്ചുകൂടി ഓപ്പണായിട്ട്, കുറച്ചുകൂടി ഒരു ഹെൽപ്ഫുള്ളായിട്ട്, കുറച്ചുകൂടി ഒരു മറ്റുള്ളവരെ സപ്പോർട്ടീവായിട്ട് ഞാൻ ജീവിക്കും എന്നുള്ള ഒരു ഫേം ഡിസിഷൻ എടുക്കാൻ തയ്യാറുള്ള ഒരാൾക്ക് ഗീത പ്രയോജനപ്പെടും. അല്ലാത്തവർക്ക് ഈ ഗീത വെറും വായിച്ച് കിടന്നുറങ്ങാം. അവർക്ക് ഗീത കൊണ്ട് വെറും ബുക്കിഷ് നോളജ് കിട്ടുന്നല്ലാതെ പ്രയോജനമില്ല. അപ്പം അതുകൊണ്ട് മാറ്റത്തിന് തയ്യാറാവുക, നാം മാറാൻ റെഡിയാവുക. അങ്ങനെ ഓരോരുത്തരും മാറ്റത്തിന് തയ്യാറാകുമ്പോൾ നിങ്ങൾ നോക്കൂ, എത്ര എനർജി ആയിരിക്കും ഈ സമൂഹത്തിലേക്ക് വരും. ഇതിൽ അപ്പുറം ഒരു എനർജി എവിടുന്നാണ് വരാനുള്ളത്?
നേരെ മറിച്ച് ആ എനർജിയൊക്കെ നമ്മുടെ ഉള്ളിൽ അങ്ങനെ പിടിച്ചു വെച്ച് നമുക്കും പ്രയോജനമില്ല. ഈ എനർജിയൊക്കെ പിടിച്ചു വെച്ചാലോ നമ്മുടെ തലച്ചോറിനുള്ള ഉള്ളിലുള്ള വേണ്ടാത്ത ചിന്തകളൊക്കെ ഉണർന്ന് നമ്മുടെ നല്ലൊരു ഉറക്കം സ്വപ്നമായി തീർന്ന് നല്ല ഉറക്കവുമില്ല. എന്തു ഗുണമുണ്ട്? നേരെ മറിച്ച് ആ എനർജി മുഴുവൻ അങ്ങോട്ട് എക്സോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് കിടന്നുറങ്ങാം, സുഖമായൊരു സന്തോഷത്തോടുകൂടി എണീറ്റ് വരാം. കാരണം ഈ കെട്ടിക്കിടക്കുന്ന എനർജി അതവിടെ വെറുതെ കിടക്കില്ല. അത് നമ്മുടെ സബ് മൈൻഡിൽ കിടക്കുന്ന ചിന്തകളെ മുഴുവൻ ഉണർത്തും. അതാണ് ചിലർ രാത്രി അങ്ങോട്ട് ഉറങ്ങുമ്പോഴേക്കും സ്വപ്നത്തിലേക്ക് പോകുന്നത്. ആ എനർജി എക്സോസ്റ്റഡ് ആയില്ല. ഇപ്പം നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പം നിങ്ങളുടെ വീട്ടിലെ ടാങ്കിൽ വെള്ളമുണ്ട്, നിങ്ങളറിയാതെ ഒരു പൈപ്പ് ടാപ്പ് തുറന്നിട്ടു. ആ ടാപ്പിലൂടെ ആ വെള്ളം തീരുന്നത് വരെ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എന്നാൽ എപ്പോൾ ടാങ്കിലെ വെള്ളം തീർന്നോ കഴിഞ്ഞു. ഇതുപോലെ നമ്മൾ കഴിക്കുന്ന ആഹാരവും കുടിക്കുന്ന വെള്ളവും അന്തരീക്ഷത്തിൽ നിന്നൊക്കെ നമുക്ക് എനർജി കിട്ടുന്നുണ്ട്. ഇത് മുഴുവൻ നമ്മൾ തിരിച്ചങ്ങോട്ട് കൊടുത്താൽ ഉള്ളിൽ വേണ്ടത്ര എനർജി നമ്മൾ മുഴുവൻ സേവനത്തിലൂടെ ചെലവഴിച്ച് കഴിഞ്ഞാൽ രാത്രി ഈ സബ് മൈൻഡിനെ ഉണർത്താൻ എനർജി ഉണ്ടാവാതിരുന്നാൽ സുഖമായിട്ട് കിടന്നു. ആ ഉറക്കത്തിൽ വീണ്ടും നമ്മളിൽ എനർജി ഡെവലപ്പ് ചെയ്യാണ്. അതാണ് നല്ല ഉന്മേഷത്തോടുകൂടി നമുക്ക് ഉണർന്നു വരാൻ പറ്റുന്നത്. അതല്ല നമ്മൾ സ്വപ്നത്തിൽ നിന്നാണ് ഉണർന്നു വരുന്നതെങ്കിലോ ഒരു തളർച്ച, ഒരു സുഖം പോരാ, ഉറക്കം അങ്ങോട്ട് ശരിയായില്ല, എന്തോ ഒരു പിടുത്തം പോലെ, അപ്പം നമുക്കൊരു ഉഷാറില്ലാതെയോ. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതം നമുക്ക് ഊർജ്ജവത്താക്കണം എന്നുണ്ടെങ്കിൽ ഭഗവത്ഗീത പറയുന്ന മാർഗത്തിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാനുള്ള തൻ്റെ ഇടവും ആ ദൃഢനിശ്ചയവും ഒരു പ്രേരണയും ഉണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമുക്കും സമൂഹത്തിനും കുടുംബത്തിനും ഒരു അസറ്റായിത്തീരും. അപ്പം അതുകൊണ്ട് ഈ മാറ്റത്തിന് നാം തയ്യാറാണ് എങ്കിൽ മാത്രം നിങ്ങൾ ഗീത പഠിക്കുക, എങ്കിൽ നിങ്ങൾക്ക് ഗീത പ്രയോജനം ചെയ്യും. അതുപോലെ മാറ്റം മറ്റുള്ളവർക്ക് ഉണ്ടാവാനായിട്ട് നമ്മൾ അവരെയും പ്രേരിപ്പിക്കുക, പ്രചോദനം കൊടുക്കുക. അപ്പം അങ്ങനെ പരസ്പരം ഭാവയന്ത് ശ്രേയപരമവാപ്സിത എന്ന് ഗീതയിലെ 3-ാം അധ്യായത്തിൽ നമ്മൾ ഓർമ്മിപ്പിച്ച പോലെ അങ്ങനെ സ്വയം ഉയർന്ന് മറ്റുള്ളവരെ കൈപിടിച്ചുയർത്തിയും ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കണം. ആദ്യം നമ്മുടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങണം. ഓരോരുത്തരും അവരവരുടെ തലത്തിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ മറ്റുള്ളവരെയും പ്രേരണ കൊടുക്കാൻ സാധിക്കും. ഒരു ഭർത്താവാണ് ആദ്യം ഈ മാറ്റത്തിന് തയ്യാറാവുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഭാര്യയാണ് മാറ്റത്തിന് തയ്യാറാവുന്നെങ്കിൽ ക്രമേണ പ്രേരണ കൊടുത്ത് പ്രചോദനം കൊടുത്ത് ഒരു ഭർത്താവിനെയും ഈ ഒരു സംസ്കാരത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. രണ്ടുപേരും ക്ഷേത്രത്തിൽ പോകുന്നു, രണ്ടുപേരും യോഗ ചെയ്യുന്നു, രണ്ടുപേരും ധ്യാനം ചെയ്യുന്നു. ആ ശീലങ്ങൾ വളർത്തിയെടുക്കുമ്പോൾ ക്രമേണ അവരുടെ കുട്ടികളും അത് ഫോളോ ചെയ്യുന്നു. അങ്ങനെ ആ വീട് മുഴുവൻ എന്തൊരു സന്തോഷത്തിൻ്റെ, ഉത്സാഹത്തിൻ്റെ, ഊർജത്തിൻ്റെ, ഒരു സേവനത്തിൻ്റെ വീടായി മാറും. നേരെ മറിച്ച് എല്ലാവരും അവരവരുടെ മൊബൈലിൽ ഒതുങ്ങി അവരവരുടെ മൊബൈൽ തോണ്ടി അങ്ങനെ ഇരിക്കുകയാകുമ്പോൾ ആ ജീവിതത്തിൽ എന്തൊരു സുഖമുണ്ട്. അവരൊക്കെ അങ്ങനെ സങ്കുചിതരായി അവസാനം ആ വീടൊരു നരകമാണ്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നില്ല, കുറ്റപ്പെടുത്തി പഴി പറഞ്ഞ് പരിഭവം പറഞ്ഞ് അങ്ങനെയുള്ളൊരു കുടുംബമായി തീർന്നു. അപ്പം അതുകൊണ്ടൊരു മാറ്റം ഉണ്ടാവണം. മാറ്റം എന്ന് പറയുന്നത് പണം കൊണ്ടുണ്ടാക്കാൻ പറ്റുന്നതല്ല. നിങ്ങൾക്ക് വലിയ വീടുണ്ടെങ്കിലും അവിടെയും നരകമാക്കാം. നിങ്ങളൊക്കെ സ്വപ്നം കാണുന്നത് പണം കൂടുതൽ വേണം, വലിയ വീട് വേണം. പക്ഷേ ഇതുകൊണ്ടൊന്നും ജീവിതം മാറുകയില്ല എന്ന് അടിവരായിട്ട് മനസ്സിലായിക്കോളൂ. ജീവിതം ഇരിക്കുന്നത് മനസ്സിലാണ്. ജീവിതം ഇരിക്കുന്നത് ഈ മനസ്സിൻ്റെ പ്രേരണ കൊണ്ട് പ്രവർത്തിക്കുന്ന ശരീരത്തിലും ചുറ്റുപാടിലുമാണ്. ആ മനസ്സിൽ മാറ്റത്തിന് തയ്യാറില്ലെങ്കിൽ പണമുണ്ടായിട്ടും സൗകര്യങ്ങളുണ്ടായിട്ടും കാര്യമില്ല. ആ വീടും നരകമാണ്. അപ്പം അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പറയുന്ന ഈ കാര്യം നമ്മൾ ശരിക്കും ഉൾക്കൊള്ളുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു 12-ാം ശ്ലോകം. ഒന്നുകൂടി നമുക്ക് ആ ഭാഗം കാണാം. എല്ലാവരും ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലുക. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാ ദാസ്യന്തേ യജ്ഞഭാവിത തൈർദത്താന പ്രദായേഭ്യ യോ ഭുങ്ക്തേസ്തേന ഏവ സാം. ആരാണോ തൻ്റെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റാതെ തനിക്ക് മറ്റുള്ളവരിൽ നിന്ന് സുഖവും സന്തോഷവും സേവനവും പരിചരണവും മാത്രം പ്രതീക്ഷിച്ചും അതനുഭവിച്ചും ജീവിക്കുന്നത് അവരാണ് നമ്പർ 1 കള്ളന്മാർ. അപ്പം തനിക്കുള്ളതിനെ, തനിക്ക് കിട്ടിയതിനെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനുള്ള വിശാലത ഇല്ലാത്തവരൊക്കെ കള്ളന്മാരാണ്.
അപ്പം അതുകൊണ്ട് കള്ളൻ എന്ന് പറയുന്നത് പങ്കുവയ്ക്കാൻ മനസ്സില്ലാത്തവരാണ്. ഇപ്പം എന്താ പങ്കുവയ്ക്കേണ്ടത്? നിങ്ങളൊന്ന് സ്വയം ആഴത്തിലിരുന്ന് ചിന്തിച്ച് നോക്കൂ. ജനിച്ചു വന്നപ്പോൾ നമുക്ക് ബോധമുള്ളൊരു മനസ്സ് തന്നിട്ടുണ്ട്, പുഞ്ചിരിക്കാനൊരു മുഖം തന്നിട്ടുണ്ട്, നല്ല വാക്കോതുവാനുള്ള നാക്ക് തന്നിട്ടുണ്ട്. ഈ സമൂഹത്തിന് നമ്മൾ കൊടുക്കേണ്ടത് അതൊക്കെയാണ്. ഒരു പുഞ്ചിരി, നല്ല വാക്കുകൾ, നല്ല ചിന്തകൾ, അങ്ങനെയൊക്കെ നമ്മൾ പങ്കുവയ്ക്കാനുള്ള ഒരു വിശാലത നമ്മൾ കാണിക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഗുണം നമുക്കാണ്. കാരണം നല്ലത് പങ്കുവയ്ക്കും തോറും നല്ലത് തന്നെ തിരിച്ചു കിട്ടുന്നു. അതാണല്ലോ കർമ്മത്തിൻ്റെ സ്വഭാവം. കർമ്മം നമ്മൾ കൊടുക്കുന്നതാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പം പലർക്കും കിട്ടുന്നില്ല എന്നുള്ളതാണ് പരാതി. എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നോടാരും നല്ല വാക്ക് പറയുന്നില്ല, എന്നോടാരും എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കില്ല. കാരണം ഞാൻ കൊടുക്കുന്നില്ല, അതുകൊണ്ട് കിട്ടുന്നില്ല. നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? ചിലർ പറയും ഞാൻ എത്ര സ്നേഹിച്ചാലും എന്നെ സ്നേഹിക്കുന്നില്ല. തെറ്റാണത്. നിങ്ങൾ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതുണ്ടല്ലോ, നിങ്ങൾ സ്നേഹിക്കുന്ന രീതിയിൽ അവർ തരുന്നുണ്ട്. നിങ്ങൾ ശരിയായ രീതിയിലാണോ സ്നേഹിക്കുന്നത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? കാരണം നിങ്ങൾക്കെന്തോ കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ശരിയായ രീതിയിലല്ല സ്നേഹിക്കുന്നത്. അപ്പം നമ്മുടെ ധാരണയിൽ ഞാൻ സ്നേഹിക്കുന്നു എന്ന് തോന്നുന്നുവെങ്കിലും ആ സ്നേഹം അല്ല അവർ പ്രതീക്ഷിക്കുന്നത്. അവർ പ്രതീക്ഷിക്കുന്ന നിങ്ങളിൽ നല്ല വാക്കുകളാണ്. അല്ലാതെ നിങ്ങൾ കുട്ടികളോട് ചോദിക്കണം, നീ പഠിച്ചോ, നീ സയൻസ് പഠിച്ചോ, മാത്സ് പഠിച്ചോ, നീ അത് പഠിച്ചോ. ഞാൻ എൻ്റെ കുട്ടിയോട് ഡെയിലി സംസാരിക്കാറുണ്ട്, പക്ഷേ എൻ്റെ കുട്ടിക്ക് എന്നോടൊന്നും സംസാരിക്കണ്ട. കാരണം നിങ്ങൾ ചോദിക്കുന്നതല്ല കുട്ടിക്ക് വേണ്ടത്. നിങ്ങൾ കുട്ടിയോട് ശരിക്കുള്ള രീതിയിൽ തമാശകളും കഥകളും കൊച്ചു കൊച്ചു രസങ്ങളും അതൊക്കെ പറഞ്ഞാൽ കുട്ടിയൊന്ന് സന്തോഷിപ്പിച്ച് നോക്കൂ. അപ്പോൾ ആ കുട്ടി നിങ്ങളെ സന്തോഷിപ്പിക്കും. കാരണം കുട്ടിയും മനസ്സ് തുറക്കും. നിങ്ങൾ നേരെ മറിച്ച് പ്രിൻ്റഡായിട്ട് കുറേ വേണ്ടാത്ത കാര്യങ്ങൾ കുട്ടിയോട് ചോദിച്ചാൽ ആ പ്രിൻ്റഡ് വാക്കുകളെ കുട്ടി പറയല്ലോ, പഠിച്ചു, ഞാൻ പഠിച്ചു, അത് ചെയ്തു, ചെയ്തു. ഈ പ്രിൻ്റഡായിട്ട് ഇങ്ങനെ അവരും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ മാറ്റണം. അപ്പം അതാണ് നമ്മൾ അപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം? നമുക്ക് നല്ലത് പറയാൻ, ഓരോ സാഹചര്യത്തിനും പറ്റുന്ന രീതിയിൽ ഇടപഴകാനുള്ള ഒരു മനസ്സ് വാർത്തെടുക്കാൻ നമ്മൾ ദിവസവും കുറച്ച് നേരം ധ്യാനവും ജപവും പരിശീലിക്കണം. കാരണം നമ്മുടെ മനസ്സുണ്ടല്ലോ സാഹചര്യത്തിൻ്റെ സ്വാധീനത്തിൽ വരരുത്. സാഹചര്യം പലപ്പോഴും നമ്മളെ ദേഷ്യം, അസ്വസ്ഥതകളൊക്കെ ഉണ്ടാക്കും. നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരേണ്ടത് സാഹചര്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയതാവരുത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ആ വ്യത്യസ്തമായി ചിന്തിക്കാൻ സാധിക്കണമെങ്കിൽ മനസ്സ് ശാന്തമാകുമ്പോഴാണ്, മറ്റുള്ള ഇൻഫ്ലുവൻസിൽ വരാതിരിക്കുമ്പോഴാണ് നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കാര്യം. മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസിലേക്ക് വരുന്നത് നമ്മുടെ ഉപബോധ മനസ്സാണ്. മറ്റുള്ളവരോട് ഇടപഴകേണ്ടത് ബോധ മനസ്സുകൊണ്ടാണ്. അപ്പോൾ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കുന്നതിന് മുമ്പ് തന്നെ ബോധ മനസ്സ് അതിനെ ശാന്തമാക്കണം, കെട്ടടക്കണം. അപ്പം നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ മുകളിൽ ശാന്ത മനസ്സിന് കൺട്രോൾ ഉണ്ടെങ്കിലേ അത് സാധിക്കുള്ളൂ. അപ്പം ബോധ മനസ്സിനെ ശക്തിപ്പെടുത്താനാണ് ധ്യാനവും ജപവും നിരന്തരം പരിശീലിക്കുന്നത്. അപ്പം നിരന്തര പരിശീലനത്തിലൂടെ നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ സ്വാധീനത കുറേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ ലോകം എന്ത് തരുന്നു എന്നുള്ളതല്ല, ലോകം തരുന്നത് എത്ര സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. നമ്മളെ സ്വാധീനിക്കാൻ നമ്മൾ അനുവദിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തു പോകുന്നത് വ്യത്യസ്തമായിരിക്കും. നമുക്ക് ഒരു സംതൃപ്തിയും സുഖവും തരുന്നതായിരിക്കും. ചിലർ പറയാല്ലേ, എന്നോട് അങ്ങോട്ട് പറഞ്ഞപ്പോൾ എനിക്ക് ചോദിച്ചാൽ അപ്പം ഞാൻ അങ്ങോട്ട് കൊടുത്തു എന്ന്. അതൊക്കെ ആ ഉപബോധ മനസ്സിൻ്റെ കണക്ടിവിറ്റിയാണ്. കാരണം അവരിൽ നിന്നും പെട്ടെന്ന് അവരുടെ ഉപബോധ മനസ്സ് നമ്മുടെ ഉപബോധ മനസ്സ് കണക്റ്റഡാണ്. എന്നാൽ അവരുടെ ഉപബോധ മനസ്സിലേക്ക് വേണ്ടത് ബോധ മനസ്സിലൂടെ നമുക്ക് കൊടുക്കണമെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള, കെട്ടടക്കാനുള്ള, ശാന്തമാക്കാനുള്ള ശക്തി നമ്മുടെ ഉള്ളിൽ നിരന്തര പരിശീലനത്തിലൂടെ നമുക്ക് വാർത്തെടുക്കണം. അതൊരു സുപ്രഭാതം കൊണ്ട് കിട്ടുന്നതല്ല, നിരന്തര പരിശീലനത്തിലൂടെ കിട്ടുന്നതാണ്. അപ്പം അങ്ങനെ ആരാണോ സ്വന്തം മനസ്സ്, അതുപോലെ തന്നെ ശരീരം, ഈ ശരീരത്തിന് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല, മനസ്സിനാണ് ആഗ്രഹം. നാക്കിൻ്റെ രുചിക്കനുസരിച്ച് മനസ്സാഗ്രഹിക്കും. അപ്പോൾ നമുക്ക് ബോധമുണ്ടാവണം. അത് പ്രത്യേകിച്ച് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, ഈ വൈറസ് ഇങ്ങനെ കൂടി വരുന്ന കാലഘട്ടത്തിൽ നാം കഴിക്കുന്ന ആഹാരത്തെക്കുറിച്ച് നല്ല ബോധമുണ്ടാവണം. കാരണം ഈ ശരീരത്തിൽ കഫപ്രകൃതി കൂടിക്കഴിഞ്ഞാൽ വൈറസുകൾക്ക് പെട്ടെന്ന് കയറിപ്പറ്റാൻ സാധിക്കും.
അതുകൊണ്ട് അനാവശ്യമായി വറുത്തതും പൊരിച്ചതും കഴിക്കരുത്. കാരണം അതിലെ എണ്ണയെല്ലാം ഒരിക്കൽ നിങ്ങൾക്ക് അറിയണം, എന്ത് വറുത്ത് കഴിഞ്ഞാലും കൂടുതൽ എണ്ണയിട്ട് വറക്കുന്ന പൊരികളൊക്കെ അതിൽ മാംസവും അതുപോലെ തന്നെ ഈ മത്സ്യമൊക്കെ ഉണ്ടല്ലോ, അമിതമായ എണ്ണ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതിലൊക്കെയുള്ള കൊഴുപ്പൊക്കെ നമ്മുടെ ശരീരത്തിൽ കഫപ്രകൃതി വർദ്ധിപ്പിക്കും. അപ്പോൾ ഈ കഫപ്രകൃതി വർദ്ധിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വൈറസുകൾക്ക് ഇരിക്കാനുള്ളൊരു സാഹചര്യം സൃഷ്ടിച്ചു. അപ്പം അതുകൊണ്ട് എന്ത് വേണം, ഇത്തരം ആഹാരങ്ങളൊക്കെ വൈറസിൻ്റെ വളരെ വലിയ ഒരു സ്വാധീനമുള്ള കാലങ്ങളിലൊക്കെ ഒഴിവാക്കണം. അപ്പം ഇതൊക്കെ നമ്മൾ പരിശീലിക്കണം. എൻ്റെ ശരീരത്തിന് ഇപ്പോഴത് ആവശ്യമില്ല, കാരണം ഇപ്പോഴത് ദുരന്തമാണ്. ഞാൻ എൻ്റെ ശരീരത്തിൽ ഞാൻ നോക്കാറുണ്ട്, എവിടെയെങ്കിലും ചെറിയൊരു മുറിവൊക്കെ പറ്റിയാൽ കുറച്ച് ദിവസത്തെ ഷുഗർ കഴിക്കില്ല. ഷുഗർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഷുഗർ കഴിക്കാനല്ല, മധുരമുള്ള അമ്പലത്തിലെ പായസങ്ങളുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മധുര സാധനങ്ങളൊക്കെ കിട്ടും, വേണ്ടാതെ വയ്ക്കുക. കാരണം ശരീരത്തിൽ ഷുഗറിൻ്റെ അംശം കൂടിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ക്യൂറാവില്ല. അപ്പോൾ ഒരു കൺട്രോൾ നമ്മൾ വയ്ക്കുക ഓരോ കാര്യത്തിലും. അപ്പോൾ അതുകൊണ്ട് ഗുണമുണ്ട്. പെട്ടെന്ന് ആ ഒരു കാലോ കയ്യോ എവിടെയെങ്കിലും തട്ടി എവിടെയെങ്കിലും ചെറിയ മുറിവൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഉണങ്ങിപ്പോകും, നമ്മളറിയാതെ ഉണങ്ങിപ്പോകും അത്. അപ്പോൾ ഈ തരത്തിൽ നമുക്ക് തന്നെ അറിയണം ഇന്ന സമയത്ത് ഇന്നത് പാടില്ല. അപ്പം അങ്ങനെ നമ്മുടെ ശരീരത്തെ ശ്രദ്ധിച്ചും മനസ്സിനെ അനാവശ്യ ചിന്തകൾ മനസ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിൻ്റെ നമ്മുടെ ഊർജ്ജശക്തി, അതായത് മനസ്സിന് നമുക്ക് പ്രേരണയും പ്രചോദനവും തരാനുള്ള ശക്തി ചുരുങ്ങി വരും. നേരെ മറിച്ച് മനസ്സ് തരുന്നതൊക്കെ സംഘർഷവും അസ്വസ്ഥതയും വിഷമങ്ങളും ആയിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ കള്ളനാവരുത്. നമുക്ക് മനസ്സെന്താ തരുന്നത്? നമ്മളെ രാവിലെ ഉയർത്തി എഴുന്നേൽക്കുന്നു. നമുക്ക് മനസ്സെന്താ തരേണ്ടത്? സന്തോഷം തരുന്നു. അപ്പോൾ നമുക്ക് സന്തോഷവും സുഖവും തരുന്ന മനസ്സിനെ എന്തിന് നാം നികൃഷ്ട ചിന്തകളെ കൊണ്ട്, ക്രൂര ചിന്തകളെ കൊണ്ട്, ദുഷ്ടചിന്തകളെ കൊണ്ട് നിറയ്ക്കണം? ഈ ആരോഗ്യം തരുന്ന ഈ വയറിനെ, ജഠരാഗ്നിയെ കൊണ്ട്, ദഹിപ്പിക്കുന്ന അഗ്നിയെ കൊണ്ട് എന്തിന് നമ്മൾ ദുഷ്ടത്തരം ചെയ്യിക്കണം? നമുക്ക് വേണ്ടാത്ത, ശരീരത്തിന് അപകടം ഉണ്ടാക്കുന്ന സാധനം കൊടുത്ത് ദഹിപ്പിക്കണം. ഇപ്പം ശരീരത്തിനെ കൊണ്ട് അനാവശ്യമായത് ദഹിപ്പിക്കാൻ നോക്കുന്നവനും കള്ളനാണ്. ഈ ശരീരത്തിന് താങ്ങാൻ പറ്റുന്നതേ കൊടുക്കാവൂ. അതുപോലെ മനസ്സിന് താങ്ങാൻ പറ്റുന്ന ചിന്തകളെ കൊടുക്കാവൂ. എൻ്റെ മനസ്സിന് ദുഃഖം താങ്ങാൻ വയ്യ, അപ്പം എന്തിനാ ദുഃഖിക്കുന്ന ചിന്ത കൊടുക്കുന്നത്? അപ്പോൾ സ്വാമി ദുഃഖിക്കുന്ന ചിന്ത നമ്മൾ കൊടുക്കുകയാണ്, അത് വരികയല്ലേ? അത് വരുന്നു. അതെന്തുകൊണ്ടാണ് വരുന്നത്? ദുഃഖം നിങ്ങളെ സ്വാധീനിക്കുക. അതായത് ഉപബോധ മനസ്സിലാണ് നിങ്ങളുടെ ദുഃഖം ഇരിക്കുന്ന. ഉപബോധ മനസ്സ് ഏതോ ദുഃഖ വിഷമ പ്രയാസങ്ങൾ നിറഞ്ഞ അനുഭവമായിട്ട് ചേർന്നിരിക്കുന്നു. അപ്പോൾ അതിനെങ്ങനെ നമുക്ക് നേരിടണം? അപ്പോൾ ആ ഉപബോധ മനസ്സിൽ നിന്നും ബോധ മനസ്സിലേക്ക് നമ്മൾ ഉയർന്നാലേ ആ ദുഃഖം സ്വാധീനിക്കാതിരിക്കുള്ളൂ. അപ്പം നമ്മൾ ആ ദുഃഖത്തിൽ തന്നെ ഇരുന്നാൽ നമ്മൾ കള്ളനാണ്. കാരണം നമുക്ക് മനസ്സിന് സന്തോഷം പകരാനുള്ള കഴിവുണ്ടായിട്ടും നമ്മൾ അതിലേക്ക് ഉയരുന്നില്ല. അപ്പം അതുകൊണ്ട് എന്ത് വേണം? നമ്മളെ ബോധ മനസ്സിലേക്ക് നമ്മൾ ഉയരാൻ നിരന്തര പരിശീലനം ചെയ്യാത്തവൻ, ആ ഉത്തരവാദിത്വം കാണിക്കാത്തവൻ കള്ളനാണ്. അപ്പോൾ സന്തോഷമുള്ളൊരു ജീവിതം, സംതൃപ്തി നിറഞ്ഞൊരു ജീവിതം ഇങ്ങോട്ട് കിട്ടുകയല്ല, കൊടുത്ത് നേടുകയാണ്. കാരണം കൊടുത്ത് നേടുക എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം. അതായത് സന്തോഷം, സുഖം എന്നൊക്കെ വാക്കുകൾ നമ്മൾ പറയുന്നുണ്ടല്ലോ, നമ്മളത് കൊടുക്കുക എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ സേവിക്കുന്നതിലൂടെ, മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ നല്ല വാക്ക് അതൊരു ശീലമാക്കുമ്പോൾ അതിൽ രസിക്കാൻ, അതിൽ ആനന്ദിക്കാൻ, അതിൽ ഒരു സംതൃപ്തി കണ്ടെത്താൻ നമ്മൾ സാധിച്ചാൽ ക്രമേണ നമുക്ക് നിർവചനം മാറ്റാം. സുഖജീവിതം, സന്തോഷ ജീവിതം, സംതൃപ്തി നിറഞ്ഞ ജീവിതം നമ്മുടെ കൈകളിലാകുന്നു. അത് മറ്റൊരാൾ നിർവചിക്കുന്നതല്ല. അപ്പം നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിനെ സന്തോഷമാക്കി വയ്ക്കാൻ നല്ലതങ്ങനെ പറഞ്ഞ് ശീലിക്കണം, നല്ലതങ്ങനെ കൊടുത്ത് ശീലിക്കണം, നല്ലത് ചെയ്ത് ശീലിക്കണം. അപ്പോൾ എപ്പോഴും സന്തോഷമാണ്, എപ്പോഴും സംതൃപ്തിയാണ്. നേരെ മറിച്ച് നമ്മൾ സുഖത്തിൻ്റെ പിന്നാലെ പോയാൽ മറ്റുള്ളവർ സുഖം തരണം, മറ്റുള്ളവർ നല്ലതൊക്കെ നമുക്ക് തരണം. അപ്പം നമ്മൾ മറ്റുള്ളവരുടെ അടിമയാണ്. നമ്മൾ വിചാരിക്കുന്ന വാക്കുകളും നമ്മൾ വിചാരിക്കുന്നതൊക്കെ അവരിങ്ങോട്ട് തരാൻ പോയ പ്രശ്നമാണ്. നേരെ മറിച്ച് നമ്മുടെ കയ്യിലാണ്, നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നു. അവരിങ്ങോട്ട് എന്ത് തന്നു നമ്മൾ നോക്കുന്നില്ല, നമ്മളങ്ങനെ അങ്ങോട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഉള്ളിൽ നിന്നും ഒരു സന്തോഷം അവർക്ക് കൊടുക്കുമ്പോൾ, ആ സന്തോഷത്തിൽ നാം മുഴുകുമ്പോൾ, അത് സംതൃപ്തി നിറഞ്ഞൊരു ജീവിതമാകുമ്പോൾ അതിനല്ലേ ധന്യത, അതിനല്ലേ കൃതാർത്ഥത. എന്നാൽ നാം എല്ലാം കഴിവുണ്ടായിട്ടും, എല്ലാറ്റിനുള്ള സാമർഥ്യവും ശക്തിയും ഒക്കെ ഉണ്ടായിട്ടും ഇതൊന്നും കൊടുക്കാതെ എടുത്തു വെച്ച്
ഇനിയും ഇനിയും മറ്റുള്ളവർ സുഖം തരണം, സന്തോഷം തരണം എന്ന് വിചാരിക്കുമ്പോൾ തേന ഏവസ, അവരാണ് കള്ളന്മാർ. അപ്പം കള്ളൻ എന്ന് പറയുന്നത് ഉണ്ടായിട്ട് പങ്കുവയ്ക്കാത്തവരാണ്. അപ്പം നമ്മളൊക്കെ കള്ളന്മാരാണ്. നമ്മൾ കൊടുക്കാൻ പഠിക്കുക, പരിശീലിക്കുക, അതിനുവേണ്ടി പരിശീലിക്കുക. നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം വരുത്തി നോക്കൂ. നിങ്ങൾ ആ രീതിയിലുള്ള ഒരു മനസ്സിനെ വാർത്തെടുത്ത് നോക്കൂ. നിങ്ങൾ നോക്കൂ എങ്ങനെയായിരിക്കും ആ വ്യക്തിത്വം എന്നുള്ളത്. എല്ലാവരും രാവിലെ എണീക്കുന്നു, നല്ല രീതിയിൽ മറ്റുള്ളവരോട് സന്തോഷത്തോടെ വർത്തമാനം പറയുന്നു, സന്തോഷത്തോടെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു. ആ ഒരു ഊർജം, അത് തുടക്കത്തിലൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. കാരണം ഒരു ആലസ്യ ജീവിതത്തെ ഒരു സുപ്രഭാതം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റില്ല. മനസ്സിൻ്റെ ആ ഊർജ്ജ ലെവൽ കൂട്ടണമെങ്കിൽ നിരന്തര പരിശീലനം കുറച്ച് ചിലപ്പോൾ വർഷങ്ങളെടുത്തു എന്ന് വരും. എന്നാലും വർഷങ്ങളെടുത്താലും ഒരു കാലം വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ എല്ലാവിധ നമ്മൾ പ്രയത്നിച്ചതിൻ്റെ സത്ഫലങ്ങളും കിട്ടാൻ തുടങ്ങും. അതുകൊണ്ട് മാറ്റിവെക്കരുത്, നമ്മൾ പരിശീലിക്കുക. ഇതൊരു ദിവസം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് ഞാൻ ആവർത്തിച്ച് പറയട്ടെ. ഇതിന് നിരന്തരമായൊരു പ്രയത്നം. കാരണം വെച്ചാൽ നമ്മളൊരു തെറ്റായ ശീലം വാർത്തെടുത്തത് കൊണ്ട് അത് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഒരു ക്ലാവ് പിടിച്ചൊരു വിളക്കിനെ പെട്ടെന്ന് നിങ്ങൾക്ക് വെളുപ്പിച്ചെടുക്കാൻ പറ്റില്ല. അപ്പം അതിന് കുറേ പുളി, അതുപോലെ ചിലപ്പോൾ നമുക്ക് നിമ്പു വേണ്ടി വരും, ചെറുനാരങ്ങ വേണ്ടി വരും, അല്ലെങ്കിൽ ഭസ്മം വേണ്ടി വരും, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഈ കുറേ പൊടികളുണ്ടല്ലോ, അപ്പോൾ പീതാംബരിയോ അങ്ങനെയൊക്കെയുള്ള പല പൊടികളൊക്കെ തേച്ച് വെളുച്ച് മിനുക്കിയെടുക്കേണ്ടി വരും. അപ്പം അല്ലെങ്കിൽ നിങ്ങളത് കൊണ്ടുപോയി നല്ലവണ്ണം എന്താ പറയുക, അതിനെ മറ്റേ ഗോൾഡ് പ്ലേറ്റിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കെമിക്കൽ ക്ലീനിങ് ചെയ്യേണ്ടി വരും. ഈ തരത്തിലൊക്കെ ഒരു ക്ലാവ് പിടിച്ച വിളക്കിനെ നമ്മൾ നിറം വെപ്പിക്കുന്ന പോലെ അതിനേക്കാളും ഇത്തിരി ഒരു വിഷമാണ് പല ദൗർബല്യങ്ങളും നിറഞ്ഞൊരു മനസ്സിനെ നമുക്ക് നല്ല ഉത്കൃഷ്ടമായൊരു മനസ്സാക്കി എടുക്കണമെങ്കിൽ അതിന് കുറച്ചു കാലം പരിശീലനം വേണ്ടി വരും. പക്ഷെ നാം ആ തയ്യാറെടുത്ത് പരിശീലനത്തിന് നമ്മൾ റെഡിയായി നമ്മളങ്ങനെ മുന്നോട്ട് പോവാൻ തയ്യാറായാൽ കാലം കൊണ്ട് നമുക്ക് ഈ മാറ്റം കാണാൻ സാധിക്കും. ഒരു ചെടി കുഴിച്ചിട്ട് നമ്മളങ്ങനെ വെള്ളം ഒഴിച്ച് വളം കൊടുത്ത് അങ്ങനെ വളർന്നു വരുന്നത് കാണാൻ സാധിക്കുന്ന പോലെ നമ്മുടെ മനസ്സും വികസിച്ച് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം ആ തരത്തിൽ നമ്മൾ കഴിവും പ്രാപ്തിയും ഉണ്ടായിട്ടും നമ്മുടെ ഇടുങ്ങിയ ലോകത്തിൽ ആ ചെറിയ സുഖത്തിൽ അതിലങ്ങനെ നമ്മുടെ ഒരു മൊബൈൽ നമ്മുടെ ഒരു അതിലങ്ങനെ ഒതുങ്ങി നിൽക്കുകയാണെങ്കിൽ തേന ഏവ, ഇവരാണ് കള്ളന്മാർ. അവർ ദുഃഖിക്കുന്നതിൽ അത്ഭുതമില്ല. കാരണം എല്ലാ കഴിവും ഉണ്ടായിട്ടും അവരവരിൽ അങ്ങനെ ഒതുങ്ങി നിൽക്കുകയാണ്. ഒന്നും പകർന്നു കൊടുക്കാൻ, പ്രേരണ കൊടുക്കാൻ, പ്രചോദനം കൊടുക്കാൻ, സേവനം കൊടുക്കാൻ അവർക്ക് മനസ്സില്ല. അപ്പോൾ കൊടുക്കാതെ കിട്ടില്ല. അത് എത്ര നിങ്ങൾ സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല. കൊടുക്കുന്നത് തന്നെയാണ് സുഖം എന്ന് നമ്മൾ പഠിക്കണം. അപ്പം അങ്ങനെ ജീവിതത്തിൽ ആരാണോ ഒരു വിശാലതയിലേക്ക് ഉയരുന്നത്, മനസ്സ് അവർക്കാണ് കൂടുതൽ സന്തോഷവും സംതൃപ്തിയും കൊടുക്കുന്നത്. ഈശാവാസ്യ ഉപനിഷത്തിലും ഇത് പറയും. 1-ാമത്തെ ശ്ലോകത്തിൽ ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന ഭുഞ്ചീത മാ ഘൃതകസ്യ സിദ്ധനം തെക്തേന ഭുഞ്ചീത. ത്യജിച്ചുകൊണ്ട് ഭുജിക്കൂ എന്ന് പറഞ്ഞാൽ ഈ പഴത്തിൻ്റെ തോല് വലിച്ചെറിഞ്ഞ് ഉള്ളിലെ പഴം കഴിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ പറയുന്നത്. ത്യജിച്ചുകൊണ്ട് ഭുജിക്കൂ എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത് ഭുജിക്കുക, കൊടുത്തുകൊണ്ട് ഭുജിക്കുക. കൊടുക്കുന്നത് ഭുജിക്കുക എന്ന് പറഞ്ഞാൽ ചെയ്യുന്നത് ആസ്വദിക്കുക എന്നർത്ഥം. കൊടുക്കുന്നതിൽ സംതൃപ്തി കണ്ടെത്തുക, ആ കൊടുക്കുന്നതിലൊരു സുഖം കണ്ടെത്തുക. അങ്ങനെ പരിശീലിച്ച് നോക്കൂ. എടുക്കുന്നതിലല്ല സുഖം, കൊടുക്കുന്നതിലാണ് എന്ന് മനസ്സിനെ പഠിപ്പിക്കുക. നല്ല വാക്ക് പറയുന്നതിലാണ്, നല്ല വാക്ക് കേൾക്കാൻ പ്രതീക്ഷിക്കുന്നതിലല്ല, നല്ലത് കൊടുക്കുന്നതിലാണ്, നല്ലത് ചെയ്യുന്നതിലാണ്. അങ്ങനെ ഒരു മാറ്റം നമ്മളിൽ വരുമ്പോൾ ജീവിതത്തിൻ്റെ ക്വാളിറ്റിയും മാറുന്നു. നമ്മൾ ഒരു ലോ ലെവലിൽ കിടന്ന ഉപബോധ മനസ്സിൽ കിടക്കുന്ന ഒരാൾ ബോധ മനസ്സിലേക്ക് വികസിക്കുന്നു. ഇതാണ് ശരിക്കു പറഞ്ഞാൽ ഇനിയുള്ള ഒരു എവല്യൂഷൻ ഉള്ളിൽ സംഭവിക്കേണ്ടത്. നമ്മുടെ ഒരു ലോവർ മൈൻഡിൽ നിന്നും ഹയർ മൈൻഡിലേക്കുള്ള എവല്യൂഷൻ. കാരണം ഇനി ആ പരിണാമമേ ഇവിടെ സംഭവിക്കാനുള്ളൂ. അല്ലാതെ ശരീരതലത്തിൽ ഇനി പരിണാമം സംഭവിക്കാനില്ല. മനസ്സിൻ്റെ തലത്തിൽ മാത്രമാണ് പരിണാമമുള്ളത്. അതുകൊണ്ട് അങ്ങനെ ഒരു ലോവർ മൈൻഡിൽ നിന്ന് ഹയർ മൈൻഡിലേക്ക് നാം ഉയരുമ്പോൾ നമുക്ക് തന്നെ അതിൻ്റെ ഒരു കൃതാർത്ഥതയും സംതൃപ്തിയും കൂടുതൽ അനുഭവിക്കാൻ സാധിക്കും.
അപ്പം അത് എങ്ങനെയായിരിക്കും, എങ്ങനെയാണ് ആ കൃതാർത്ഥത, ആ സംതൃപ്തി നമ്മളിൽ വളർത്തിയെടുക്കേണ്ടത്, വികസിപ്പിച്ചെടുക്കേണ്ടത്? ഭഗവാൻ ഇതിൻ്റെ തുടർച്ചയായിട്ട് അടുത്ത ശ്ലോകത്തിൽ അത് വ്യക്തമാക്കി തരുന്നുണ്ട്. ആ ശ്ലോകം നമുക്കൊന്ന് ചൊല്ലി, ഇനി ഇവിടെ നിന്നുള്ള ശ്ലോകങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. എങ്കിൽ ആ ശ്ലോകം എല്ലാവർക്കും ഒന്ന് ചൊല്ലാം. യജ്ഞശിഷ്ടാശിന സന്തോ മുച്യന്തേ സർവകിൽബിഷൈ ഭുഞ്ജതേ തേ ത്വകം പാപ യേ പചന്ത്യാത്മകാരണാത്. എന്തിനാണ് ഭഗവാൻ കൊടുക്കൂ, മറ്റുള്ളവരെ സേവിക്കൂ, മറ്റുള്ളവരെ സഹായിക്കൂ, മറ്റുള്ളവരെ വേണ്ട പോലെ നമുക്ക് പ്രചോദനം കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ കാരണം എന്താണ്, അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ് നമുക്ക്? അതെല്ലാം ഈ ശ്ലോകത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ രഹസ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് വിശദമായിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാമം.